ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാഴ 2, മോഹിനിയാട്ടം, അതുപോലെ തന്നെ ദുരന്തർ 2 എന്നിങ്ങനെ വിവിധ സിനിമകളുടെ ഒഫീഷ്യൽ കളക്ഷൻ വിവരങ്ങളും പോസ്റ്ററും ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. സബിൻസ സംവിധാനം ചെയ്ത് ഏപ്രിൽ 2 തിയേറ്ററിലെത്തി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത മലയാള സിനിമയാണ് വാഴ 2. ഈ ചിത്രം മൂന്നാമത്തെ തിങ്കളാഴ്ച കൂടിയ 19 ദിവസമാണ് ഇന്ന് പിന്നിടുന്നത്. സിനിമയുടെ ആദ്യ ദിവസം മുതൽ ഇന്നലെ 18-ാം ദിവസമായ ഞായറാഴ്ച വരെയുള്ള വിശദമായ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ആദ്യ ദിവസം ഈ സിനിമ 5 കോടി 20 ലക്ഷം രൂപയാണ് കേരളത്തിൽ നേടിയെടുത്തതെങ്കിൽ 18-ാം ദിവസം ഇന്നലെ ഞായറാഴ്ച നേടിയെടുത്തത് 4 കോടി 40 ലക്ഷം രൂപയായിരുന്നു. ഈ 18 ദിവസങ്ങൾക്കിടയിൽ ഏറ്റവും ഉയർന്ന കളക്ഷൻ, അതായത് 8 കോടി 47 ലക്ഷം രൂപ കളക്ട് ചെയ്തത് 8-ാം ദിവസമായിരുന്നു. ഏറ്റവും കുറഞ്ഞ കളക്ഷൻ, അതായത് 3 കോടി 35 ലക്ഷം കളക്ട് ചെയ്തത് കഴിഞ്ഞ വെള്ളിയാഴ്ചയുമായിരുന്നു. നിലവിൽ 18 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ നേടിയെടുത്തിരിക്കുന്നത് 111 കോടി 38 ലക്ഷം രൂപയാണ്. കർണാടകയിൽ നിന്ന് മാത്രം 18 ദിവസം കൊണ്ട് ഈ സിനിമ 7 കോടി രൂപ നേടിയെടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 6 കോടി രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ 18 ദിവസം കൊണ്ട് ഇന്ത്യയിൽ നിന്ന് മൊത്തത്തിൽ ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 124 കോടി 38 ലക്ഷം രൂപയാണ്. സിനിമ ഓവർസീസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് $8.92 മില്യൺ, അതായത് 83 കോടി 10 ലക്ഷം രൂപയാണ്. അങ്ങനെ ഇന്നലെ വരെ ലോകമെമ്പാടുമായി 207 കോടി 48 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. 19-ാം ദിവസമായ ഇന്ന് തിങ്കളാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 2 കോടി 20 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ കേരളത്തിൽ 113 കോടി 50 ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത് കഴിഞ്ഞ ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി 211 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. സൈജു കുറുപ്പ് നായകനായി കൃഷ്ണദാസ് മുരളി തിരക്കഥ സംവിധാനം ചെയ്ത് ഏപ്രിൽ 10 തിയേറ്ററിലെത്തി നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമായി കഴിഞ്ഞ മലയാള സിനിമയാണ് ഭരതനാട്യം 2 മോഹിനിയാട്ടം. ഈ സിനിമ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള 10 ദിവസം കൊണ്ട് കേരളത്തിൽ 12 കോടി 30 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. കർണാടകയിൽ നിന്ന് 81 ലക്ഷം, തമിഴ്നാട്ടിൽ നിന്ന് 22 ലക്ഷം, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 21 ലക്ഷം എന്നിങ്ങനെ ഇന്ത്യൻ കളക്ഷനായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 13 കോടി 35 ലക്ഷം രൂപയാണ്. വിദേശത്ത് നിന്ന് 4 കോടി 89 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇന്നലെ ഞായറാഴ്ച വരെ ലോകമെമ്പാടുമായി 18 കോടി 24 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. 19-ാം ദിവസമായ തിങ്കളാഴ്ചയും ഈ സിനിമയ്ക്ക് കേരളത്തിൽ 1 കോടിക്ക് മുകളിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ കേരളത്തിൽ ഈ സിനിമ 13 കോടി 30 ലക്ഷം റേഞ്ചിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്ന് തിങ്കളാഴ്ചയോടെ വേൾഡ് വൈഡ് കളക്ഷൻ 20 കോടി റേഞ്ചിലും എത്തിച്ചേരുന്നതാണ്. അതേസമയം ഇന്ന് ചിത്രത്തിന്റെ അണിയർ പ്രവർത്തകർ 25 കോടിയുടെ ഒഫീഷ്യൽ പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ട്. ടോവിനോ തോമസ് നായകനായി ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത് ഏപ്രിൽ 15 വിഷു റിലീസായി തിരഞ്ഞെടുത്ത മലയാള സിനിമയാണ് പള്ളിച്ചട്ടമ്പി. ഈ സിനിമ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള 5 ദിവസം കൊണ്ട് കേരളത്തിൽ 9 കോടി രൂപയാണ് കളക്ട് ചെയ്യുന്നത്. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ 75-80 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 6 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ 9 കോടി 80 ലക്ഷം റേഞ്ചിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 14 കോടി 50 ലക്ഷം റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട്. പള്ളിച്ചട്ടമ്പി എന്ന സിനിമയ്ക്കൊപ്പം വിഷു റിലീസായി ഏപ്രിൽ 15 ബുധനാഴ്ച തിരഞ്ഞെടുത്തിയ രണ്ടാമത്തെ മലയാള സിനിമയാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ. കുഞ്ചാക്കോ ബോബൻ നായകനായി രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമ അത്യാവശ്യം മോശമല്ലാത്ത സിനിമ എന്ന അഭിപ്രായം നേടിയെടുത്തെങ്കിലും കളക്ഷനിൽ വമ്പൻ ഇടിവാണ് സംഭവിച്ചിട്ടുള്ളത്. ഇന്നലെ വരെ ഈ സിനിമ കേരളത്തിൽ 1 കോടി 98 ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത്. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ 12-13 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 2 കോടി 10 ലക്ഷം റേഞ്ചിലാണ് ആദ്യ 6 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 2 കോടി 65 ലക്ഷം റേഞ്ചിലുമാണ്. മനു ആനന്ദ് തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത് ഏപ്രിൽ 17 തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് മിസ്റ്റർ എക്സ്. ചിത്രത്തിൽ ആര്യ, ഗൗതം റാം കാർത്തിക്, ശരത് കുമാർ, മഞ്ജു വാര്യർ, അതുല്യ രവി, അനഘ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമയുടെ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള ആദ്യ 3 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തമിഴ്നാട്ടിൽ 3 ദിവസം കൊണ്ട് 2 കോടി 91 ലക്ഷം രൂപയും കർണാടകയിൽ 37 ലക്ഷവും കളക്ട് ചെയ്ത ഈ സിനിമ തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് 59 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ഗ്രോസായി ആദ്യ 3 ദിവസം കൊണ്ട് 3 കോടി 87 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. വിദേശത്ത് നിന്ന് $35,000, അതായത് 32 കോടി 65 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ വേൾഡ് വൈഡ് കളക്ഷനായി 4 കോടി 20 ലക്ഷം രൂപയാണ് 3 ദിവസം കൊണ്ട് നേടിയെടുത്തിട്ടുള്ളത്. ദുരന്തർ 2 തിയേറ്ററിലെത്തിയിട്ട് 33-ാം ദിവസവും 5-ാമത്തെ തിങ്കളാഴ്ചയുമാണ് പിന്നിടുന്നത്. 32-ാം ദിവസം ഇന്നലെ ഞായറാഴ്ച ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 5 ലക്ഷം രൂപയാണ്. അങ്ങനെ 19 കോടി 13 ലക്ഷം രൂപയാണ് 32 ദിവസം കൊണ്ട് കേരളത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. കർണാടകയിൽ 136 കോടി 93, തെലങ്കാനയിൽ 69 കോടി 98, ആന്ധ്രാപ്രദേശിൽ 27 കോടി 85, തമിഴ്നാട്ടിൽ 37 കോടി 95 എന്നിങ്ങനെ 291 കോടി 84 ലക്ഷം രൂപയാണ് സൗത്ത് ഇന്ത്യ കളക്ഷൻ. അതേസമയം ചിത്രത്തിന്റെ 32 ദിവസത്തെ ഒഫീഷ്യൽ പോസ്റ്റർ ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് പ്രകാരം 32-ാം ദിവസം ഇന്നലെ ഞായറാഴ്ച വേൾഡ് വൈഡ് കളക്ഷനായി സിനിമ നേടിയെടുത്തത് 5 കോടി 50 ലക്ഷം രൂപയാണ്. ഇന്ത്യൻ നെറ്റ് കളക്ഷനായി 1153 കോടി രൂപയും ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 1360 കോടി രൂപയുമാണ്. വിദേശത്ത് നിന്ന് 423 കോടി രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. അങ്ങനെ ലോകമെമ്പാടുമായി 1783 കോടി രൂപയാണ് ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ ട്രാക്കേഴ്സ് കണക്ക് പ്രകാരം 1756 കോടി 64 ലക്ഷം രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.